നമ്മുടെ ഹീറോയിൻ മരിച്ചു പോവുകയാണ്. എന്നാൽ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ കടക്കണേ മുമ്പ് അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് പ്രായം വേണം, ഏത് പ്രായത്തിൽ വേണം സ്വർഗത്തിൽ ജീവിക്കാനെന്ന്. എന്നാൽ ഹീറോയിൻ ചൂസ് ചെയ്യുന്നത് 80ാമത്തെ വയസ്സാണ്. കാരണം ഹീറോയിന്റെ ഭർത്താവ്, അതായത് ഹീറോ മരിക്കണേ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വയസ്സായതോടാണ് നിന്നെ കാണാൻ നല്ല ഭംഗിയെന്ന്. ഇതും മനസ്സിൽ കരുതി 80ാമത്തെ വയസ്സ് ചൂസ് ചെയ്യാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, സ്വർഗത്തിൽ ഒറ്റ പ്രാവശ്യമേ വയസ്സ് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 80ാമത്തെ വയസ്സും ചൂസ് ചെയ്ത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ള എല്ലാ ആൾക്കാരും ചെറുപ്പമാണ് കേട്ടോ. അപ്പൊ ആ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ്. ലാസ്റ്റ് ഹീറോയിന്റെ ഇടയ്ക്ക് ചെറിയ വഴക്കുണ്ടാകുന്നുണ്ട്. അമ്മയും മോനെയും പോലാണ് ഇവർ കപ്പിൾസ് ആയിട്ട് പോകുമ്പോൾ ആൾക്കാർ പറയുന്നത്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇവരിങ്ങനെ സമാധാനമായിട്ട് വഴക്കിട്ട് ജീവിക്കുമ്പോൾ ഇവരുടെ ഇടയിലോട്ട് പുതിയൊരു പെൺകുട്ടി വരികയാണ്. അതായത് നരകത്തിൽ പോകേണ്ട ഒരു പെൺകുട്ടി സ്വർഗത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയെ രക്ഷിച്ചത് ഹീറോയാണ്. ആ പെൺകുട്ടിക്ക് ആകെ ഓർമ്മ ഉള്ളത് ഹീറോനെയാണ്. ഈ പെൺകുട്ടി വന്നതോടെ ഹീറോയിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഹീറോയിൻ പിണങ്ങി പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായി. നമുക്ക് നോക്കണ്ടേ ഹീറോയിൻ ഇനി ചെറുപ്പമാവോ, ഇനി ഹീറോ ആ പെൺകുട്ടിയുടെ കൂടെ പോവോ, ഹീറോയ്ക്ക് ഹീറോയിനോട് സ്നേഹം ഇല്ലേ എന്നൊക്കെ അറിയണ്ടേ. നമ്മൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് 2025 റിലീസായ ഹെവൻലി എവർ ആഫ്റ്റർ എന്ന ഡ്രാമയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഒരു അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിലെ ഒരു റൂമിന്റെ പുറത്ത് കുറച്ച് വട്ടിപ്പലിശക്കാരിൽ നിന്ന് വഴക്കുണ്ടാക്കാണ്. ഡോറിൽ കിടന്ന് കൊട്ടുകയാണ്. ഇറങ്ങി വരാനും പറയുന്നുണ്ട്. എന്നാൽ കുറെയൊക്കെ കൊട്ടിയിട്ടും ആരും ഇറങ്ങി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോറ് കുത്തി തുറക്കാന്ന് വിചാരിച്ച് കുത്തി തുറക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു അമ്മുമ്മ, ഈ അമ്മുമ്മയാണ് നമ്മുടെ ഹീറോയിൻ പുറത്തിറങ്ങി വരും. അപ്പൊ ഹീറോയിനോട്, നിങ്ങളുടെ മോനാണോ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത്, അവൻ ഞങ്ങളുടെ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചടയ്ക്കാൻ ചോദിക്കാൻ വന്നതാണ്. എന്നാൽ ഹീറോയിൻ, അതെ ഞാൻ തന്നെയാണ് അവന്റെ അമ്മ, അവൻ ഈ വീട്ടിലില്ല, അവൻ നദിക്കരയിൽ പോയിക്കുക, അതുകൊണ്ട് അവിടെ പോയി നോക്ക്. പക്ഷെ ഈ വട്ടിപ്പലിശക്കാര് നേരത്തെ തന്നെ നദിക്കരയിൽ പോയി നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അവനെ പിടിക്കാനായിട്ട്. ഇവിടെ വെച്ച് തന്നെ ഹീറോയിനും ഈ വട്ടിപ്പലിശക്കാരുമായിട്ട് ചെറുതായിട്ട് വഴക്ക് നടക്കുന്നുണ്ട്. എന്തിനിങ്ങനെ ഒരു മോന് ജന്മം കൊടുത്തെന്നാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ ഹീറോയിൻ തിരിച്ചും ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ നിനക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം തന്നത്, നാട്ടുകാരെ ഉപദ്രവിക്കാനാണോ, അവരെ ശല്യം ചെയ്യാനാണോ, പൈസ ചോദിച്ച് ശല്യം ചെയ്യാനാണോ എന്നൊക്കെയാണ് അവര് തിരിച്ചു ചോദിക്കുന്നത്. എന്നാ പിന്നെ നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കാൻ പറയുമ്പോൾ ഹീറോയിൻ പറയുന്നത്, അവരുടെ കയ്യിൽ പൈസയില്ല, എന്റെ കയ്യിൽ ആകെ ഉള്ളത് എന്റെ ശരീരം മാത്രമാണ്, എന്റെ ഈ ശരീരം ഉപയോഗിച്ച് നിങ്ങളുടെ കടങ്ങൾ തിരിച്ചെടുത്തോന്നും പറഞ്ഞ് കൈ നീട്ടി ഇങ്ങനെ മുമ്പോട്ട് ചെല്ലുകയാണ്, എന്നെ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവര് നല്ല വട്ടിപ്പലിശക്കാരാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ വെറുതെ വിട്ടിട്ട് അവര് പോവാണ്. ഞങ്ങൾ നിങ്ങളെ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവരെയും പേടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞുവിട്ട് വീട്ടിന്റെ അകത്ത് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരുത്തൻ കിടന്നുറങ്ങുന്നുണ്ട്. അവൻ സത്യം പറഞ്ഞ ഹീറോയിന്റെ മോനൊന്നുമല്ല, അവനെ തിരക്കി തന്നെയാണ് ഈ വട്ടിപ്പലിശക്കാര് വന്നത്. പക്ഷെ അത് ഹീറോയിന്റെ മോനല്ല. ഹീറോയിൻ ഉറക്കത്തിൽ കിടക്കുന്ന അവനെ തട്ടി വിളിക്കാണ്, എണീക്കടാന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ കുറെ ആൾക്കാരിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് ആ പലിശക്കാര്. പിന്നെ നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്നും കൂടെ ഇവൻ ലോൺ എടുത്തിട്ടുണ്ട്. അത് ചോദിക്കാനാണ് ഹീറോയിൻ ഈ റൂമിൽ വന്നിട്ടുള്ളത്. അപ്പൊ ലവന്മാരൂടെ വന്ന് പൈസ ചോദിക്കുകയാണെങ്കിൽ ഹീറോയിന് പൈസ കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവന്മാരെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടേക്കുന്നത്. ഹീറോയിൻ അവനോട്, നീ എനിക്ക് തരാനുള്ള പൈസ മര്യാദയ്ക്ക് തിരിച്ചടച്ചോ, ബാങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് നീ എപ്പോ പൈസ തരും, നീ എപ്പോഴോ തന്നോ, പക്ഷേ എനിക്ക് ഇന്ന് പൈസ വേണം. ഇതും പറഞ്ഞ് അവനെ പേടിപ്പിക്കുകയാണ്. ഹീറോയിൻ കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റൂമിൽ പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവന് മനസ്സിലായി ഇവര് സീരിയൽ കില്ലർ പോലെ ആരെങ്ങാണ്ടാന്ന്. അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കാന്ന് പറഞ്ഞ് പോക്കറ്റിലുള്ള കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്, എന്റെ ഇതേ ഉള്ളെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ റൂമിലോട്ട് ഒരാൾ കയറി വരുന്നുണ്ട്. നമുക്ക് മുടിയനെന്ന് വിളിക്കാൻ. അത് പെൺകുട്ടിയാണ് കേട്ടോ. നമുക്ക് മുടിയനെന്ന് എന്നാലും വിളിക്കാൻ, കുഴപ്പമില്ല. ഇനി പോകുമ്പോ പേര് മാറ്റണമെങ്കിൽ മാറ്റാമല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും അയാളെ രണ്ട് സൈഡിൽ നിന്ന് പേടിപ്പിച്ച് നിർത്തുകയാണ്. ഹീറോയിന്റെ കത്തി കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഇവര് മൂന്നുപേരും കൂടെ, അതായത് മുടിയൻ, നമ്മുടെ മുത്തശ്ശിയായിട്ടുള്ള ഹീറോയിൻ, പിന്നെ ഈ കടം കൊടുക്കാനുള്ള ആ പയ്യൻ, അവരെല്ലാരും കൂടി ഇരുന്ന് അച്ചാർ ഉണ്ടാക്കുകയാണ്. എന്തിനാണോ ആവോ. പിന്നീട് ഹീറോയിനും മുടിയനും കൂടെ അവിടെ ഒരു ചന്തയുണ്ട്. അതിന്റെ നടുക്കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഒരുത്തൻ കുറച്ച് മീൻ വെള്ളം കൊണ്ടുവന്ന് ഇവരുടെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട്. എന്നാൽ ദേഹത്ത് വീഴാതെ കൊട നൂത്ത് രക്ഷപ്പെടുകയാണ് ഹീറോയിനും മറ്റേ മുടിയനും കൂടെ ചേർന്നിട്ട്. ഇവരെന്തിനാ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന് അറിയാമോ? ഇവരെന്ന് വെച്ചാൽ ആൾക്കാരുടെ നിന്ന് പൈസ പിരിക്കുന്ന ആൾക്കാരാണ്. ബാങ്കിന് കൊടുക്കാനുള്ള പൈസ ഇവരൊരു ഏജന്റായിട്ട് പോയിട്ട് പിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇവരെ കാണുമ്പോൾ വെറുപ്പാണ്. പൈസ ചോദിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ അവൻ മനഃപൂർവ്വം ചെയ്തതാണ്, എന്നാലും മനഃപൂർവ്വം ചെയ്യാത്ത രീതിയിൽ അഭിനയിച്ച് കാണിക്കുകയാണ്, അറിയാതെ പറ്റിയതാന്ന് പറഞ്ഞിട്ട്. ഹീറോയിൻ പറയുന്നുണ്ട്, പണം തിരിച്ചടയ്ക്കാൻ പറ്റാത്തവന്മാര് ലോൺ എടുക്കാൻ പാടില്ലാന്ന്. ഇതും പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ വേറൊരു കടയിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവരുടെ ക്യാഷ്യർ പെട്ടിന്ന് പൈസ എടുക്കുന്നുണ്ട്. ഇവർ കൊടുക്കാനുള്ള പൈസയാണ്. ഡെയിലി ഇത് കണക്ക് ഓരോ വീട്ടിലും ഓരോ കടയിലും പോയിട്ട് പൈസ എടുക്കണം. അതാണ് നമ്മുടെ ഹീറോയിന്റെ പണി. നിങ്ങൾക്ക് ഇനിയും പണി മനസ്സിലായില്ലെങ്കിൽ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് ആൾക്കാർക്ക് പൈസ കടം കൊടുക്കും. ഈ കടം കൊടുത്ത പൈസയെല്ലാം തിരിച്ച് കളക്ട് ചെയ്യലാണ് ഹീറോയിന്റെ പണി. ഈ വയസ്സാം കാലത്തും ആ പണിയാണ് ചെയ്യുന്നത്. ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ടാണ്. പിന്നെ മുടി
മുടിയൻ ഹീറോയിന്റെ മോളാണ് കേട്ടോ. ഇവിടെ ഹീറോയിൻ പൈസയൊക്കെ എടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ആ കടയിലെ ലേഡി ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് നാണയില്ലേ ഇങ്ങനത്തെ രീതിയിൽ ജീവിക്കാനെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്ന മുടിയൻ ഒരു തണ്ണിമത്തനെടുത്ത് താഴെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പൈസ ഹീറോയിൻ തിരിച്ചു കൊടുക്കുകയാണ്. ഒരു തെറ്റ് ചെയ്ത അതിന്റെ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഹീറോയിൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം ഓരോ ആൾക്കാരുടെ വീട്ടിൽ പോയി പൈസയും പിരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവിടെ ആരോ ഉണ്ട് കേട്ടോ. അയാളോട് ഹായ് പറയുന്നത് നമ്മളിപ്പോ കാണിക്കുന്നില്ല. ഹായും പറഞ്ഞ് നേരെ കിച്ചണിൽ ചെന്നിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡൊക്കെ പാചകം ചെയ്ത് ഈ പാചകം ചെയ്ത ഫുഡുമായിട്ട് റൂമിൽ ചെല്ലുന്നുണ്ട്. റൂമിൽ ചെല്ലുമ്പം അവിടെ ഒരു അപ്പൂപ്പനുണ്ട്. അതാണ് നമ്മുടെ ഹീറോ. നിങ്ങൾ പേടിക്കണ്ട, വയസ്സായിട്ടുള്ള ഹീറോയിനെയും കണ്ടിട്ട് നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാം. അതായത് ഹീറോന്റെ ഭാര്യയാണ് ഹീറോയിൻ. ഇവര് തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി. നമ്മുടെ അപ്പൂപ്പൻ കിടപ്പിലാണ്. ഒരു ആക്സിഡന്റ് പറ്റിയിട്ടാണ് കാലിങ്ങനെ ആയിട്ടുള്ളത്. എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. ഫുഡ് കൊടുക്കുമ്പോൾ മുത്തശ്ശൻ അതായത് ഹീറോ നല്ല റൊമാൻറ്റിക് ആയിട്ട് ഹീറോയിനോട് പെരുമാറുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് മുടിയൻ പുറത്തിരിപ്പുണ്ട്. മുടിയൻ ഇതൊന്നും കേട്ട് സഹിക്കാൻ വയ്യാത്തോണ്ട് അടുക്കളയിൽ പോയി ഒരു പാൻ എടുക്കാണ്. അത് തലക്കടിച്ച് ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. നല്ല പയ്യനല്ല, നല്ല കുട്ടി. പിന്നീട് ഹീറോയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ ഹീറോ പറയുന്നത് എനിക്ക് മരുന്ന് വേണ്ടെന്നാണ്. കാരണം ഹീറോയ്ക്ക് നല്ല കുറ്റബോധമുണ്ട്. ഹീറോയിനെ നോക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പണിക്ക് പോയിട്ടാണ് ഈ മരുന്ന് വാങ്ങുന്നത്, അതുപോലെ ഫുഡ് വാങ്ങുന്നത്. ഒരു വലിയ പൈസ ഉള്ള വീട്ടിലേന്നും അല്ല. അതുകൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടുണ്ട്. ഇപ്പം എക്സ്പെൻസ് കട്ട് ചെയ്യാനായിട്ട് മുത്തശ്ശൻ ഇനി മരുന്ന് വാങ്ങണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അത് പറ്റുമോ? ഹീറോയിൻ ഇനി എന്തായാലും വാങ്ങും. അതായത് ഹീറോയ്ക്ക് നല്ല കുറ്റബോധമുണ്ട്. കാല് വയ്യാതെ ഇങ്ങനെ കിടന്നിട്ട് ഹീറോയിനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട്. ഇതിനുശേഷം ഹീറോയിൻ വന്ന് ഹീറോയിന്റെ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ സമയം പൂച്ചയോട് ഹീറോയിന്റെ വിഷമങ്ങളൊക്കെ പറയാണ്. പണ്ട് ഹീറോയിനെ പറ്റിക്കുമായിരുന്നു. അതായത് അവന്റെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു, കാല് വയ്യാന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്ന് ഹീറോയ്ക്ക് നടക്കാൻ പറ്റത്തില്ല, ഹീറോ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് അവന്റെ കാല് സ്തംഭിച്ചു പോയെന്ന് പറഞ്ഞിട്ട്. ആദ്യം ഹീറോയിൻ ഇത് കേട്ടപ്പോൾ അത് ഹീറോയിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഹീറോ അങ്ങനെ ചെയ്തയാന്ന് വിചാരിച്ചു. എന്നാൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഹീറോയിന് മനസ്സിലായത് അത് പ്രാങ്ക് അല്ല, ഒറിജിനൽ ആയിട്ട് നടന്ന കാര്യമാണെന്ന്. ഈ കാര്യങ്ങളെല്ലാം ആ പൂച്ചക്കുട്ടിയോട് പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ പണിക്ക് പോകാൻ നിൽക്കുമ്പോൾ തന്നെ മറ്റേ മുടിയൻ പയ്യനല്ല മോളാണ് കേട്ടോ. മുടിയൻ ഹീറോയിന്റെ മൂത്രം എടുത്തോണ്ട് വരുന്നുണ്ട് കളയാനായിട്ട്. എന്നാൽ ഹീറോയിൻ സമ്മതിക്കുന്നില്ല. ഇതൊന്നും നീ ചെയ്യേണ്ടെന്നും പറഞ്ഞ് ആ കുപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് വാഷ്റൂമിൽ കൊണ്ട് കളയുകയാണ്. പിന്നീട് മുത്തശ്ശിയും പിന്നെ മുടിയനും കൂടെ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഹീറോ വിളിച്ച് പറയുന്നുണ്ട് പോകുന്ന സമയത്ത് കുട എടുത്തോണ്ട് പോകണം, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കുട എടുത്തിട്ടാണ് ഇവർ അവിടെ നിന്ന് പോകുന്നത്. ഇവര് നേരെ ചെല്ലുന്നത് ഒരു മരണ വീട്ടിലാണ്. മുടിയൻ പറയുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട, അവിടെ ഒരു മുത്തശ്ശൻ മരിച്ചിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ആ മുത്തശ്ശന്റെ മോളുടെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയാണ് അത് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, അവർക്ക് വിഷമാവുമെന്ന്. എന്നാൽ ഹീറോയിന് പോവാതിരിക്കാൻ പറ്റുമോ? ഹീറോയിൻ നേരെ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പൈസ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയാണ്. എന്നാൽ മരണ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല. അവര് നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ്. കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ കുറച്ചധികം പൈസ ഉണ്ടായിരുന്നു. അവരടയ്ക്കേണ്ട പൈസ തന്നെയാണ്. എന്നാലും ആ പൈസയെന്ന് ഈ മരിച്ചുപോയ കുടുംബത്തിന് ആൾക്കാർക്ക് ദാനം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കവർ അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പൈസ എടുത്ത് ഇടാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ആ സ്ത്രീ സമ്മതിക്കുന്നില്ല. നിങ്ങൾ നരകത്തിൽ പോയി പുഴുത്ത് ചാവുമെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ പ്രാകുന്നുണ്ട്. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേറെ കുറെ കാര്യം എന്ന് പറയുമ്പോൾ പ്രാകുന്നയാണ് കേട്ടോ. നരകത്തിൽ പോകുന്നുള്ള കാര്യം പ്രാകുന്നയാണ്. പിന്നീട് ഹീറോയിനും മുടിയനും കൂടെ ട്രെയിനിൽ പോവാണ്. സബ്വേ ആണ് കേട്ടോ. ആ സമയം ഹീറോയിൻ മുടിയനോട് ഈ സ്വർഗമുണ്ടോ, ദൈവമുണ്ടോ, നരകമുണ്ടോ, ഞാൻ നരകത്തിലായിരിക്കോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അവരുടെ പ്രാക്ക് കേട്ടിട്ട്. ഇത് മനസ്സിലാക്കിയ മുടിയൻ അവര് നിങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ചാടി എണീക്കുകയാണ്. എന്നാൽ ഹീറോയിൻ അവിടെ ഇരിക്കാൻ പറയാണ്. അതുപോലെ തന്നെ മുടിയൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ നരകത്തിലൊന്നും പോകത്തില്ല, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, എന്നെ കൊച്ചിലെ തൊട്ട് നിങ്ങളല്ലേ നോക്കി വളർത്തിയത്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നരകത്തിൽ പോകത്തില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഭൂമിയിൽ കാണും. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട്. ഈ മുടിയൻ ആരാന്നറിയാമോ? ഇതൊരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടിയെ ഒരു മനുഷ്യന്റെ ഒപ്പിട്ട് വാങ്ങിച്ചതാണ്. അതായത് അയാൾ കുറച്ച് പൈസ അടയ്ക്കാനുണ്ടായിരുന്നു ബാക്കിയായിട്ട്, ബാങ്കിൽ നിന്ന് എടുത്ത പൈസ, അതിന് പകരമായിട്ട് ഈ കുട്ടീനെ വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ഫുൾ കഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് മാത്രമേ ഈ സീനിൽ കാണിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് നരകത്തിൽ ചെന്ന് നിൽക്കുന്നതായിട്ട്. ഡോറ് തുറന്നിറങ്ങുന്നത് നരകത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇത് കണ്ട് പേടിച്ച് ഞെട്ടി എണീച്ച ഹീറോയിൻ പേടിച്ചിട്ട് ഹീറോന്റെ റൂമിൽ പോയി തറയിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോന്റെ കൈയും മുറുകെ പിടിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ മുടിയൻ ഇത് കാണുന്നുണ്ട്. ഹീറോയിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അയ്യേ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയാണെന്ന് ചോദിച്ച് മുടിയൻ കളിയാക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ തിരിച്ചു പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണ്, അതൊന്നും സാരമില്ലെന്നാണ്. എന്നാൽ ഹീറോയിൻ പേടിച്ചിട്ടല്ലേ അവിടെ പോയി കിടന്നുറങ്ങിയത്. അത് മുടിയനോട് പറയുന്നില്ല. ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ ആരോ ഡോറിൽ വന്ന് മുട്ടുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ വേറൊരു മുത്തശ്ശിയാണ്. ആ മുത്തശ്ശിയും ഹീറോയിനും പിന്നെ മുടിയനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം മുത്തശ്ശി പറയുന്നത് മുത്തശ്ശി ഭയങ്കര സാമ്പത്തിക
മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന്റെ കൂടെ ചേർന്ന് പൈസ കളക്ട് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഇവർക്ക് വേണ്ടി കുറച്ച് ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ടി പോലത്തെ ഐറ്റം. ഇത് മുടിയൻ കുടിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഹീറോയിൻ കുടിക്കില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന പെട്ടി തിരിച്ചെടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ മുടിയൻ പോയി പെട്ടി തിരിച്ചെടുത്തോണ്ട് വരുന്നുണ്ട്. ആ സമയം കുടിക്കാൻ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിൽ ആ ജ്യൂസ് തിരിച്ചെടുത്ത് കുപ്പിയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാണ്, ഇങ്ങനൊരു ജ്യൂസ് ഗിഫ്റ്റ് തരാൻ പറ്റുന്ന ഒരാൾക്ക് ഇതിനകത്ത് പോകാൻ അർഹതയില്ല. കാരണം ഇങ്ങനൊരു ജ്യൂസ് വാങ്ങണമെങ്കിൽ അവരുടെ അത്യാവശ്യം നല്ല പൈസ കാണും, നിങ്ങൾ ഇതിനകത്തോട്ട് ഇറങ്ങാൻ പാടില്ല എന്നും പറഞ്ഞ് ആ മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം ഹീറോയിന് തന്നെ അറിയാം ഹീറോയിൻ ചെയ്യുന്നത് വളരെയധികം മോശപ്പെട്ട പരിപാടിയാണെന്ന്. ചെയ്യുന്നത് തെറ്റല്ല, എന്നാലും ഇത്രയും ആൾക്കാരുടെ കണ്ണുനീര് ഹീറോയിൻ കാണേണ്ടി വരുന്നുണ്ട്. ഈ വയസ്സാം കാലത്ത് മറ്റേ മുത്തശ്ശിയെ കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അതുകൊണ്ടാണ് അവരവിടെ നിന്ന് അപമാനിച്ചിറക്കി വിട്ടേക്കുന്നത്, അവരിനി ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അവർ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരു പൂവൊക്കെ വിൽക്കുന്ന കടയുണ്ട്. ആ കടയിൽ കയറി ഒരു പൂവ് വാങ്ങുന്നുണ്ട്, ചുമന്ന പൂവ്. ഈ പൂവ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോന്റെ റൂമിലാണ് വെക്കുന്നത്. ഇന്നേരം ഹീറോ അതും ഇതൊക്കെ പറയുന്നുണ്ട്, നിന്നെ കാണാൻ സുന്ദരിയാണ്, ആ പൂവ് പോലെ സുന്ദരിയാണ്, അതുപോലെ തന്നെ ഇത്രയും നാളെ ഞാൻ നിന്നെ കണ്ടതിൽ വെച്ച് വയസ്സായപ്പോഴാണ് നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുള്ളത്, നീ ഇപ്പോഴാണ് കൂടുതൽ സുന്ദരിയായിട്ടുള്ളതെന്നൊക്കെ. ഇതൊക്കെ കേട്ട് ഹീറോയിൻ ചെറുതായിട്ട് പൊങ്ങുന്നെങ്കിലും അങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഹീറോയിൻ ഒരു ചർച്ചിൽ പോവാണ്. ആ ചർച്ചിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഭർത്താവിനെ നിങ്ങൾ സ്വർഗത്തിൽ കടത്തണേന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോന്ന് അറിയത്തില്ല, എന്നെ കൂടെ സ്വർഗത്തിൽ കടത്തണേന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ വീട്ടിന്റെ പുറത്ത് കാലൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈ കാലൻ നേരെ കയറി ചെല്ലുന്നത് ഹീറോയിന്റെ വീട്ടിലാണ്. കാലനെ ഫോളോ ചെയ്ത് ഹീറോയിനും പിറകെയുണ്ട്. എന്നാൽ ഈ കാലന് വീട്ടിൽ കയറാൻ അവിടുത്തെ ആ പൂച്ച സമ്മതിച്ചില്ല. പൂച്ച ചെന്ന് കാലനെ ആക്രമിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ആയാൽ അടുത്ത സീനിൽ ഹീറോയിൻ ആ പള്ളിയിൽ ഞെട്ടി എണീക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഇത്രയും നേരം ഹീറോയിൻ കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലറി വിളിച്ചപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ മുത്തശ്ശിയായിട്ടുള്ള ഹീറോയിനെ നോക്കുകയാണ്, ഇവർക്ക് എന്താ പറ്റിയെന്ന് നോക്കിയിട്ട്. പിന്നീട് ഹീറോയിൻ വീട്ടിൽ വരുമ്പോൾ മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല, വെപ്രാളപ്പെട്ടാണ് വന്നത്, നമ്മുടെ ഹീറോയ്ക്ക് വല്ലതും പറ്റിയെന്ന് നോക്കിയിട്ട്. എന്നാൽ നോക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. പിന്നീട് വന്ന് നോക്കുമ്പോഴാണ് ഹീറോയിൻ കാണുന്നത്, അതായത് ആ പൂച്ച മരിച്ചു പോവുകയാണ്. പൂച്ച മരിച്ചു പോയത് കൊണ്ട് തന്നെ അതിനെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ്. ഇതിനുശേഷം ഒരു ദിവസം മറ്റേ ആദ്യം കടം കൊടുക്കാൻ ഒരുത്തനുണ്ടല്ലോ, അവനെ ഓട്ടിച്ചിട്ട് പിടിക്കുകയാണ് മുത്തശ്ശിയും മുടിയനും കൂടെ ചേർന്നിട്ട്. എവന്റെ അടുത്ത് പൈസ ചോദിക്കുന്നില്ല, പകരം എവന്റെ മുമ്പിൽ എവന്റെ കൈ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, എവനെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേന്ന് പറഞ്ഞിട്ട്. എവനൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ വയസ്സായി തുടങ്ങിയപ്പം ഹീറോയിൻ ഒരു പേടിയുണ്ട്, ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു പേടി. പിന്നീട് അവര് ഒരു മാർക്കറ്റിൽ വന്നിരുന്ന് ഇവർക്ക് കിട്ടിയ പൈസയൊക്കെ എണ്ണി നോക്കുന്നുണ്ട്, ഇന്ന് എത്ര കിട്ടിയെന്ന് നോക്കിയിട്ട്. ഇതിനുശേഷം ആ പൈസയും കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മുത്തശ്ശൻ അനങ്ങുന്നില്ല, അതായത് ഹീറോ അനങ്ങുന്നില്ല. ഇത് ആദ്യം കാണുമ്പം ഹീറോയിൻ വിചാരിക്കുന്നത് മുത്തശ്ശൻ പ്രാങ്ക് ചെയ്യുന്നതാണെന്നാണ്. അതുകൊണ്ട് തന്നെ മുടിയൻ ചെന്ന് നോക്കുകയാണ്. മുടിയൻ ചെന്ന് നോക്കുമ്പോൾ മുടിയന് മനസ്സിലാവും നമ്മുടെ ഹീറോ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇത് വന്ന് ഹീറോയിനോട് പറയാണ്. അവർ രണ്ടുപേരും സങ്കടപ്പെട്ട് കരയുകയാണ്. മുത്തശ്ശൻ മരിച്ചതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഹീറോയിൻ ആകെ ഡിപ്രഷനിലായിട്ടുണ്ട് കേട്ടോ. ഹീറോയിനോട് വന്നിട്ട് മുടിയൻ നിങ്ങൾ മരുന്ന് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കള്ളം പറയാണ്, ഞാൻ മരുന്ന് കഴിച്ചെന്ന്. പക്ഷേ ഹീറോയിൻ മരുന്ന് കഴിച്ചിട്ടില്ല, ആ വിഷമത്തിൽ കഴിക്കാത്തതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ പഴയതുപോലെ ഇവരുടെ പണിക്കിറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഒരു കടയിൽ ചെല്ലുകയാണ് കേട്ടോ. അവിടെ ഒരു പയ്യനുണ്ട്. ആ പയ്യന്റെ അമ്മ അവരുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അതായത് ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്ന്. ആ കടയിൽ ചെന്ന് അവനെ മിരട്ടാൻ പറയുകയാണ് മുടിയനോട്. എന്നാൽ മുടിയന് അവനോട് ക്രഷ് അടിച്ച് മിരട്ടാൻ പറ്റുന്നില്ല. അവിടെ അവനെ വായി നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ ഒരു കടയിൽ പോയി പറയുന്നുണ്ട്, എനിക്കൊരു അടിപൊളി ഡ്രസ്സ് വേണമെന്ന്. ആ ഡ്രസ്സും വാങ്ങിച്ച് നേരെ വീട്ടിൽ വരികയാണ്. അത് കൊണ്ടുവന്ന് മുടിയന് കൊടുക്കുന്നുണ്ട്. മുടിയൻ ഒരു പെൺകുട്ടിയാണ് കേട്ടോ, നമ്മൾ ചുമ്മാ അങ്ങനെ പേരിട്ടേക്കുന്നേ ഉള്ളൂ. പിറ്റേന്ന് ആ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയനെയും കൊണ്ട് അവിടുത്തെ ഒരു കഫേ ഉണ്ട്, ആ കഫേയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മുടിയനോട്, നീ ഇഷ്ടപ്പെടുന്ന പയ്യൻ അകത്തിരിപ്പോണ്ട്, നിനക്കൊരു ഡേറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അതായത് മുത്തശ്ശി ആ പയ്യനോട് പറഞ്ഞിട്ടാണ് അവനെ കഫേയിൽ കൊണ്ടുവന്നേക്കുന്നത്. മുത്തശ്ശി നോക്കിയപ്പോൾ മുടിയന് അവനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവൻ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. പിന്നീട് മുത്തശ്ശി അവളോട് നിന്റെ സമയം എടുത്ത് പതിയെ അവനെ സെറ്റാക്കിയിട്ട് വന്നാ മതിയെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് മുത്തശ്ശി തിരിച്ചു വന്ന് നോക്കുമ്പോൾ മുടിയൻ അവിടുത്തെ ചന്തയെല്ലാം അടിച്ച് തകർക്കുകയാണ്, അതായത് അവന്റെ അമ്മയുടെ കട. ഇത് കണ്ട നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് തന്നെ മുടിയനെയും പിടിച്ചോണ്ട് ഒരു സ്ഥലത്ത് വന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് എന്താ പറ്റിയെ, അവൻ നിന്നോട് വൃത്തികേടായിട്ട് വല്ലതും പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല സംഭവം, മുടിയൻ നിങ്ങൾ എന്നുമായിട്ട് ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കടം എഴുതി തള്ളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ വിട്ട് പോവാൻ പോവാ, നിങ്ങൾ മരിച്ചു പോവാൻ പോവാ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ്. അതായത് ഹീറോയിന് മരണം അറിയാൻ പറ്റുന്നുണ്ട്, അടുത്ത് തന്നെ പുള്ളിക്കാരിയുടെ മരണം വരാൻ പോകുന്നുള്ള ഒരു അറിവ്. അതുകൊണ്ട് തന്നെ മുടിയനെ ഒറ്റയ്ക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവന്റെ അമ്മയുടെ കടം എഴുതി തള്ളിയിട്ടാണ് അവനെ ഇവളെ കൊണ്ട് ഡേറ്റ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. പിന്നീട് മുടിയൻ വീട്ടിൽ വരുമ്പോൾ അവിടെ തന്നെ ലൈറ്റ് ഒന്നും ഇടാതെ
അറിയാതെ മുത്തശ്ശിയായിട്ടുള്ള ഹീറോയിൻ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും മരിച്ചു പോകില്ലേ, എന്നാൽ പിന്നെ എങ്ങനെ കുട ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞ് ഹീറോയിനെ കൊണ്ടുവന്ന് കുട തുറക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അതായത് ഇവർ പൈസ വാങ്ങാൻ ചെല്ലുമ്പം ഓരോ ആൾക്കാർ വെള്ളം കോരി ഒഴിക്കില്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെ കുട ഉപയോഗിക്കാം എന്നുള്ളൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ മീൻ വെള്ളത്തിലും വ്യത്യാസമാണ്. ചില മീൻ വെള്ളങ്ങൾ പറന്നു വരും, അതിന്റെ സോലിബിലിറ്റിയും അതും ഇതൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വെള്ളത്തിന്റെ പെരുമാറ്റവും വ്യത്യാസമായിരിക്കും. ചില വെള്ളം പറന്നു വരും, വളഞ്ഞു വരും, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓരോ വെള്ളം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കുട നൂത്തിട്ട് ആ വെള്ളത്തിനെ എങ്ങനെ തടുക്കാന്ന്. ഈ പ്രാക്ടീസിന്റെ ഇടയിൽ വെച്ച് തന്നെ നമ്മുടെ മുത്തശ്ശിയായിട്ടുള്ള ഹീറോയിന്റെ ദേഹത്ത് വെളിച്ചം വരുന്നുണ്ട്. അതായത് മുത്തശ്ശി മരിച്ചു പോയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിന്റെ മരണ ചടങ്ങാണ് കാണിക്കുന്നത്. അവർക്ക് വരാനായിട്ട് വലുതായിട്ട് ആരുമില്ല, എന്നാലും ഒരു കണ്ണാടി വെച്ച ഒരാൾ വരുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുന്നത് മുടിയനാണ്. മുടിയൻ നിങ്ങൾ മുത്തശ്ശിയുടെ ആരാന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മുമ്പേ എനിക്ക് നിന്റെ മുത്തശ്ശി അറിയാമെന്ന് മാത്രമേ അദ്ദേഹം മറുപടി പറയുന്നുള്ളൂ. ഇദ്ദേഹം വേറെ ആരുമല്ല, കാലനാണ്. ഈ കാലൻ നേരെ വന്ന് മുത്തശ്ശിയെ വിളിക്കുകയാണ്. ഇപ്പം ഇദ്ദേഹത്തിന്, അതായത് ഈ കാലന് മുടിയന് കാണാൻ പറ്റത്തില്ല, മരിച്ചുപോയ ആത്മാക്കൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെ ഹീറോയിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് ഹീറോയിനെ ജീവിപ്പിക്കുകയാണ്, അതായത് ആത്മാവിനെ. അപ്പം നമ്മുടെ മുത്തശ്ശി ആകാശത്ത് അങ്ങനെ പറന്ന് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കയ്യിലൊരു ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ മുത്തശ്ശി താനെ പറന്ന് താഴെ വരികയാണ്. ഇപ്പം തറയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ഒരുപാട് ഡൗട്ട് ഉണ്ട്. സ്വർഗ്ഗം എങ്ങനെയാണ്, നരകം എങ്ങനെയാണ്, ഞാൻ സ്വർഗത്തിൽ പോവോ, ഞാൻ നരകത്തിൽ പോവോ, എന്റെ ഭർത്താവ് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ. പക്ഷേ നമ്മുടെ കാലൻ അറിയത്തില്ല ഇവര് സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോകുന്നെന്നു. പക്ഷെ ഒരു കാര്യം അറിയാം, മുത്തശ്ശൻ അതായത് ഹീറോ മരിച്ചു പോയപ്പം കാലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും കുറച്ചു കഴിയുമ്പം ഹീറോയിന് മരിച്ചു പോകും, അവളോട് പറയണം ഞാൻ 2 കാലിൽ നടന്നിട്ടാണ് സ്വർഗത്തിലോട്ട് പോയതെന്നുള്ള കാര്യം. അതേപോലെ തന്നെ കാലൻ ഹീറോയിനോട് പറയുന്നുണ്ട് അദ്ദേഹം 2 കാല് കൊണ്ടാണ് നടന്നിട്ട് പോയതെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കാലൻ ഹീറോയിനോട് നിങ്ങൾ എങ്ങനെയാണ് പരലോകത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ട്രെയിൻ ഉണ്ട്, ബസ്സുണ്ട്, വിമാനമുണ്ട്, ടാക്സി കിട്ടുമോ? ഇല്ല, ടാക്സി കിട്ടത്തില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്യാം. അങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ വരികയാണ്. ഈ ട്രെയിനിൽ കയറി ഹീറോയിൻ പോകുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? പരലോകത്തോട്ട്. കൊള്ളാം, ട്രെയിനിലാണ് പരലോകത്തോട്ട് പോകുന്നത്. നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഒരു ഡൗട്ടാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് തലച്ചോറ് തന്നിട്ടുള്ളത്? തലച്ചോറില്ലാതെ ദേഹം പൊള്ളയാക്കി വെക്കാൻ പറ്റില്ല. അപ്പം ആത്മാവ് ഉള്ളിൽ നിൽക്കും, തലച്ചോറിന്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ഒരു ഡൗട്ടാണ്, എനിക്കറിയില്ല. എന്നെ പോലെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവർ കമന്റ് ചെയ്തു. ആ ട്രെയിനിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, കുട്ടികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ട്രെയിൻ വളരെയധികം കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഥലത്തൂടെ പോകുന്നുണ്ട്. ലാസ്റ്റ് പോയി എവിടെയോ ചെന്ന് നിൽക്കുന്നുണ്ട്. നരകത്തിന്റെ സ്റ്റേഷനാണ്. ഇവിടാണ് നരകത്തിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഇറങ്ങേണ്ടത്. പതിയെ ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറന്ന ഉടനെ നരകത്തിൽ പോകാൻ അവകാശപ്പെട്ടവരെല്ലാരും പറന്ന് നരകത്തിലോട്ട് പോവാണ്. നരകത്തിൽ പോവാതെ ആൾക്കാർ അതിനകത്തൊക്കെ തൂങ്ങി പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നാലും പോവേണ്ടവര് പോയല്ലേ പറ്റത്തുള്ളൂ. എല്ലാരും വലിച്ചെടുക്കുകയാണ്, നരകത്തിൽ പോവേണ്ടവരായിട്ടുള്ള ആൾക്കാരെ മാത്രം. പക്ഷെ ഹീറോയിന് പേടിയുണ്ടായിരുന്നു, ഹീറോയിൻ നരകത്തിൽ പോവെന്ന് വിചാരിച്ചിട്ടേ. എന്നാൽ ഹീറോയിൻ നരകത്തിൽ പോകുന്നില്ല. കാരണം ഹീറോയിൻ അത്രയും മോശപ്പെട്ട കാര്യമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പൈസ വാങ്ങാൻ പോകുമ്പോൾ ചില ആൾക്കാരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ചിലരുടെ മുടിയിൽ പിടിച്ച് വലിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ബാധകമല്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഹീറോയിൻ സ്വർഗത്തിൽ പോകുന്നത്. അവസാനം ഈ ട്രെയിൻ സ്വർഗത്തിലെത്തുന്നുണ്ട്. സ്വർഗത്തിലോട്ട് കയറുന്നതിന് ഒരു എൻട്രൻസ് ഉണ്ട്. എയർപോർട്ട് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഓരോ ആത്മാക്കളും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരമ്മ കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മക്കളെ അനാഥാലയത്തിലാക്കിയൊക്കെയാണ്. എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ വിളിച്ചോണ്ട് വരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ പൈസ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അവസാനമായിട്ട് ഉണ്ടാക്കിയ പൈസയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിരുന്ന പൈസയാണ്, ഇത് ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ച് ഒരമ്മ കരയുന്നുണ്ട്. എന്നാൽ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഓരോ ആൾക്കാരും ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ഒരപ്പൂപ്പൻ തന്റേതായിട്ടുള്ള നായന്റെ ഒരു ചെറിയ ശില്പം കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അതിന് അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. സ്വർഗത്തിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു ഫയർമാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് തീയൊക്കെ അണയ്ക്കത്തില്ലേ, അദ്ദേഹം അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് അവിടെ വെക്കാൻ പറയുമ്പോൾ അദ്ദേഹം അത് വെക്കുന്നില്ല. കാരണം അദ്ദേഹം മരിച്ചത് ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ശ്വാസം കിട്ടാതായാലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാസ്കും സ്വർഗത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയാണ്. അതായത് ഒരു കെട്ടിടത്തിൽ തീ പിടിച്ചപ്പം ഒരു പെൺകുട്ടി ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ മാസ്കാണ് ആ പെൺകുട്ടിക്ക് ശ്വാസം കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ പെൺകുട്ടി മരിച്ചോ ജീവനോടുണ്ടോ എന്ന് ഇദ്ദേഹം ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ല. ഇതേ നേരം അങ്ങോട്ട് ആ പെൺകുട്ടി ഓടിക്കൊണ്ടുവരികയാണ്. ആ പെൺകുട്ടി മരിച്ചുപോയി, രക്ഷിക്കാൻ പറ്റിയില്ല. ഇത് കണ്ട അദ്ദേഹം ആ പെൺകുട്ടിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി പറയുന്നത് അത് സാരമൊന്നുമില്ല, ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ ഈ സ്വർഗത്തിൽ ഒറ്റയ്ക്കല്ലല്ലോ, മാമനും കൂടെ ഇല്ലേ, അത് തന്നെ ധാരാളമാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് സ്വർഗത്തിലോട്ട് പോവാണ്, ആ മാസ്ക് ഒക്കെ അവിടെ കൊടുത്തിട്ട്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിന്റെ ടേൺ ആണ്. ഹീറോയിൻ അകത്ത് കയറുമ്പം ഹീറോയിന്റെ ഒന്നുമില്ല അവിടെ കൊടുക്കാനായിട്ട്. അതുകൊണ്ട്
തന്നെ ഒന്നും വെക്കേണ്ട, അകത്ത് കയറിപ്പോകാൻ പറയുന്നുണ്ട്. ഹീറോയിൻ അകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. 2 ചോദ്യമാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. സ്വർഗത്തിൽ ആരുടെ കൂടെ ജീവിക്കണം? എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് ജീവിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഏത് വയസ്സിൽ വേണം ജീവിക്കാൻ? ഈ സമയം ഹീറോയിൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതായത് ഹീറോ മരിക്കണേന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് എങ്ങനായിരുന്നു? നീ വയസ്സായപ്പോഴാണ് നിന്നെ കാണാൻ കൂടുതൽ സുന്ദരിയായിട്ടുള്ളതെന്ന്. അതും ആലോചിച്ച് 80ാമത്തെ വയസ്സ് മതിയെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആള് വരെ ഞെട്ടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് 80ാമത്തെ വയസ്സ് മതിയെന്ന് ചോദിക്കുന്നത്. ഇവർക്ക് ഇഷ്ടമുള്ള പ്രായത്തിലോട്ട് ആവാൻ പറ്റും. എന്നിട്ട് ഇതെന്താ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു മെഷീൻ എടുത്ത് അവിടെ വെക്കുകയാണ്. ആ മെഷീന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ഹീറോയിൻ മനസ്സിൽ കരുതുന്നതെല്ലാം ആ ഇന്റർവ്യൂവറിന് കേൾക്കാൻ പറ്റും. അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഹീറോയിൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം പറയാണ്, സ്വർഗത്തിൽ ചെന്നിട്ട് വേണം ഭർത്താവിന് ഒരു ഉമ്മ കൊടുക്കാൻ. ഭർത്താവിന്റെ കൂടെ ഇതെല്ലാം കേട്ടോണ്ട് ഹീറോയിനും കൂടെ ഉണ്ട്. ഹീറോയിൻ ആ മെഷീൻ ഓഫാക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. പിന്നീട് അവരുടെ തീരുമാന പ്രകാരം അത് കണക്ക് തന്നെ അവർ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മാജീഷ്യൻ വന്നിട്ട് ഒരു തുണി അവരുടെ മണ്ടേ കൂടെ ഇടുകയാണ്, ഒരു ചുമന്ന തുണി. ആ തുണി പിന്നീട് പൊക്കുമ്പോൾ ഹീറോയിൻ മാഞ്ഞു പോകും. ഇവിടെ സീൻ കിട്ടിയതാൽ അടുത്ത സ്ഥലത്ത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാട് പോലത്തെ സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ വലിയൊരു പെട്ടിയുണ്ട്. ആ പെട്ടി ഒരാൾ വന്ന് തുറക്കുന്നുണ്ട്. തുറന്ന് നോക്കുമ്പോൾ 80 വയസ്സായിട്ടുള്ള നമ്മുടെ ഹീറോയിനാണ് ആ പെട്ടിക്കകത്തുള്ളത്. അവിടെ നിൽക്കുന്ന ആള്, നിങ്ങൾ അവിടെ വെച്ച് തിരഞ്ഞ ഒരാളില്ലേ, അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരു ഡയറക്ഷനിലോട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂടും. ആ ഡയറക്ഷനിലോട്ട് അങ്ങ് നടന്നു പോയാൽ മതി, അദ്ദേഹത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം വേറെ വഴിക്ക് പോവുകയാണെങ്കിൽ ഹൃദയമെടുപ്പ് കുറയും, കറക്റ്റായിട്ടുള്ള വഴി പോവുകയാണെങ്കിൽ ഹൃദയമെടുപ്പ് കൂടും. അതാണ് അവിടെ നിൽക്കുന്ന ആള് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുന്ന ആള് ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബുക്ക്. ആ ബുക്ക് എന്ന് വെച്ചാൽ സ്വർഗത്തിൽ എങ്ങനെ ജീവിക്കാം, സ്വർഗത്തിനെ പറ്റിയുള്ള ഒരു മാനുവൽ ആണ്. അതും വാങ്ങിച്ചിട്ട് ഹൃദയമെടുപ്പ് ഫോളോ ചെയ്ത് പോവാണ്. അവസാനം ഫോളോ ചെയ്ത് ഒരു വീട് കണ്ടുപിടിക്കുന്നുണ്ട്. ഹീറോയിൻ കൂടെ ഇവരുടെ സ്വർഗത്തിലെ വീടിനെ പറ്റി മുമ്പേ ഒരു ഇമാജിനേഷൻ മനസ്സിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അവര് വിചാരിച്ച കണക്ക് തന്നെ ഒരു വീട് അവിടെ ഉണ്ട്. പതിയെ വീട്ടിൽ കയറി ചെന്ന് അവിടുത്തെ കോണിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഒരു സുന്ദരനായിട്ടുള്ള പയ്യൻ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഹീറോ. ഭൂമിയിലെ മുത്തശ്ശനില്ലേ, മുത്തശ്ശൻ സ്വർഗത്തിൽ പ്രായം കുറച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി വരുന്ന ഹീറോ കാണുന്നത് വയസ്സായിട്ടുള്ള ഒരു ലേഡി നിൽക്കുന്നതാണ്. സംസാരിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോയിൻ ആണെന്ന്. ഇത് കണ്ട് ഹീറോ ഞെട്ടുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് 1ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ 2ാമത്തെ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.